പാട്ടൊക്കെ പാടി പണിയെടുക്കുമ്പോൾ നല്ലൊരു എനർജി അല്ലേ. ഞാനിങ്ങനെയുണ്ടോ വീട്ടിൽ പാട്ടൊക്കെ പാടിയിട്ടാണ് ഓരോ പണികളൊക്കെ അങ്ങനെ എടുക്കുക. അപ്പം ഇനി മടി പിടിച്ച് നിൽക്കണമല്ലൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ പണികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ യൂട്യൂബുമായി എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ഒന്നുകൂടി ഇന്നും പറയാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ആയി, ആകാശമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെളിഞ്ഞ് വന്ന് പല്ല് തേക്കാനും ഒക്കെ പോയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വെള്ളരിക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. പിന്നെ വേഗം ചായയൊക്കെ തിളച്ചപ്പോൾ ഞാൻ വേഗം ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ശരിയാക്കുകയാണ് കേട്ടോ. ചായ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആവശ്യമുള്ളവർക്ക് വേഗം കുടിക്കാമല്ലോ. പെട്ടെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചായ കുടിക്കേണ്ടി വരും, വെറും കട്ടൻ ചായയൊക്കെ. അങ്ങനെ ചായ അവിടെ റെഡിയായി. പിന്നെ ഇന്ന് പത്തിരിയാണ് കേട്ടോ. എനിക്കിങ്ങനെ വെറൈറ്റി കടികൾ ഉണ്ടാക്കണം ഇഷ്ടമോ. കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി കടികൾ ഉണ്ടാക്കണം വലിയ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറാണ് കേട്ടോ. കടീനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചിക്കൻ കറിയൊക്കെ വേണം, എന്നാൽ കഴിക്കും. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പത്തിരിയൊക്കെ ചുട്ടാൽ വേഗം ചിലവാകും. കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് പൊടി കേട്ടോ. ഇനി പരിയും അതുപോലെ ഗോതമ്പൊക്കെ ഉണക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഈ പാക്കറ്റ് പൊടി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ആ പണികളും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് വെച്ചുണ്ടാക്കുന്ന പണികളൊന്നും കാണിക്കണില്ല. അപ്പോൾ എന്തായാലും ഗോതമ്പും കാര്യങ്ങളൊക്കെ ഉണക്കുകയാണ്. മക്കളൊക്കെ അംഗനവാടിയിലും സ്കൂളിലൊക്കെ പോയി. അപ്പം ഇനി ഓരെ നോക്കണ്ട, ചോറും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഗോതമ്പ് ഉണക്കിയിട്ടിട്ട് വേണം പിന്നെ ഇനി വിറകിന് പോകണം. ഏടത്തിയമ്മ ഞാനും കൂടെ കുറച്ച് പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വെയിലല്ല, വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊരു കോലം മാറും. അപ്പത്തിന് ഒരു വെയിൽ വന്നപ്പോൾ ഗോതമ്പും കാര്യങ്ങളും ഉണക്കിയിട്ട്, എപ്പോഴാണ് മഴ പെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. വെയിൽ ഉറക്കുമ്പോൾ നല്ല വെയിലാവും. അപ്പോൾ പിന്നെ ഇതൊക്കെ കൂടെ ഉണക്കിയിട്ടിട്ട് അത് വിറകിനൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഗോതമ്പും പച്ചരിയൊക്കെ ചെറിയ പൊറുക്കാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത് റേഷൻ കടയിൽ നിന്നാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയും ഗോതമ്പൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണക്കി പൊടിപ്പിച്ച് വെച്ചാൽ പിന്നെ കുറേ ഒരു മാസത്തോളം ഉണ്ടാവും ഈ രണ്ട് സംഭവങ്ങളും. അപ്പോൾ പിന്നെ ആ ഭാഗം നോക്കണ്ട നമുക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. എനിക്കിങ്ങനെ പണിയെടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ എടുക്കണം. ആരും കുറ്റം പറയാനൊന്നും പാടില്ല കേട്ടോ. കുറ്റം പറഞ്ഞാൽ പിന്നെ പോയി മാർക്ക്, പിന്നെ ഇഷ്ടമുണ്ടാവില്ല എടുക്കാൻ. ഒന്നിനെ മാത്രം തേടി വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗം തേടുവതും ഗാനം ദേവനും അനുരാഗിയ. ഞാൻ ഇങ്ങനെ പാടിയാണ് ഓരോ പണികളൊക്കെ ഇങ്ങനെ എടുത്ത് പോവുക. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത്. നമ്മളെ വേദി ഇതൊക്കെ തന്നെയാണ്. അടുക്കള പണിയെടുക്കുമ്പോഴും മുറ്റടിക്കുമ്പോഴും അങ്ങനെ ഏത് നേരം ഞാൻ അങ്ങനെ പാടിയെടുക്കും. ആ പാട്ട് കേട്ട് മക്കളും തന്നെ അതേപോലെ പാടും. പിന്നെ ഇങ്ങനെ പച്ചരിയൊക്കെ ഒന്ന് കഴുകാൻ പോയി. അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ടാൽ അവിടെ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുവരണം. ഞങ്ങളുടെ വീട്ടിൽ ഇതില്ല, വാർപ്പിൻ്റെ മുകളിലിടാൻ പറ്റില്ല, സ്റ്റെയറൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ തന്നെ ഒരു വീടുണ്ട്, അവിടെയുണ്ട് ഞാൻ അരി കൊണ്ടുവരുന്നത്. ആദ്യം ഷീറ്റ് ഇട്ടിട്ട് പിന്നെ അവിടെ അതിൻ്റെ മുകളിലൊരു തുണിയൊക്കെ വിരിച്ചിട്ടാണ് പച്ചരി ഉണക്കുന്നത്. പച്ചരി ഉണക്കണം മാത്രം കാണിക്കണുള്ളൂ കേട്ടോ. ഗോതമ്പ് ഉണക്കണമൊന്നും കാണിക്കില്ല. ഒക്കെ പാടപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്തായാലും മനസ്സിലാകുമല്ലോ എന്തൊക്കെയാണ് ഉണക്കണതെന്ന്. പിന്നെ എല്ലാതും കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഞാൻ കുറേ ആയി ഇങ്ങനെ ഉണക്കണം വിചാരിക്കുന്നത്. സ്കൂൾ പൂട്ടിയ വെക്കേഷനിലൊക്കെ ഇങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യമാവും ആയതുകൊണ്ടൊന്നും ഉണക്കാനൊന്നും പറ്റില്ല. അപ്പം ഇനി എന്തായാലും വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണക്കാമെന്ന് വെച്ച് ഇപ്പോഴാണ് ഇപ്പോൾ അതിന് ടൈം ആയത്. അങ്ങനെ അത് ഉണക്കി. ഇനിയിപ്പോൾ ഉണക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഏട്ടൻ പണിയർ വന്നിട്ട് അത് കൊണ്ടുപോയിക്കോളും. കുറേ ആയി പറയണത് ഉണക്കിയാലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഉണക്കി തരാം, കൊണ്ടുപോയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊരു ഉണക്കി കഴിഞ്ഞാൽ അതൊരു കൊടുക്കാമല്ലോ. കടയിൽ നിന്ന് ഇങ്ങനെ വെറുതെ മേടിക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ പണികൾ, ഇങ്ങനെ സിമ്പിൾ പണികൾ. അപ്പം അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ട് പിന്നെ ഞാനും അടുത്തേയും കൂടെ ചക്ക ഇടാൻ പോയി. അപ്പം അങ്ങനെ ചക്കയും കൊണ്ട് വരികയാണ്. ചക്ക കൂട്ടാനും പിന്നെ അതുപോലെ തേച്ചിട്ടിന് പഴുത്തൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പഴുത്തൊക്കെ കിട്ടി. പിന്നെ ഏട്ടൻ വന്നപ്പോൾ മുൻപിൽ തന്നെ ഒരു പ്ലാവുണ്ട്, അതുമെന്ന് ഇങ്ങനെ ചക്ക ഇങ്ങനെ വെറുതെ കൊഴിഞ്ഞിടണോ പഴഞ്ചക്ക. അപ്പോൾ പിന്നെ അതുമല്ല ചക്ക മുഴുവൻ ഇട്ടു. അപ്പോൾ ഞങ്ങൾ ചക്ക കൂടുന്നു, ഏട്ടനും വന്നിട്ട് ചക്ക ഇട്ടു. ആകെ ഒരു ചക്കയോട് ചക്ക. എന്നിട്ട് മോള് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അവിടെ ചക്കമഴ പെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ്. വീട്ടിലത്തെ പ്ലാവ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കൊഴിഞ്ഞ് ചാടുന്ന ചക്ക. അപ്പോൾ പിന്നെ ആൾക്കാർ കുട്ടികളെ തലയ്ക്കൊക്കെ ചാടിയാലോ പിന്നെ അടിച്ചൊരു വയ്ക്കും തന്നെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ ചീഞ്ഞ് കിടക്കും. അപ്പോൾ പിന്നെ ഒക്കെ ഇട്ടു, അല്ലാതെ ഇപ്പോൾ എന്താ കാണിക്കുന്നത്. അങ്ങനെ ആകെ പറഞ്ഞില്ലേ ചക്കോട് ചക്ക എന്ന് പറഞ്ഞില്ലേ. ഉണക്കാനേറ്റവും കോലമല്ല, ഉണക്കാൻ കോലുണ്ടെങ്കിൽ അങ്ങനെ ഉണക്കി എന്തെങ്കിലും വെക്കുന്നു. അപ്പോൾ അതിനും കോലമല്ല.
ചക്ക ഉണക്കി എടുത്ത് വയ്ക്കണമെങ്കിൽ നല്ല വെയിൽ വേണം, നല്ല വെയിലാണ്, നല്ല വെയിൽ. അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല. അങ്ങനെ തേജുട്ടിന് അങ്ങനെ വടിയെന്നൊക്കെ വന്നിട്ടോ. അപ്പോഴാണ് ഞാൻ ചക്ക പറിക്കുന്നത്. അപ്പോൾ മഴ അങ്ങനെ മെല്ലെ ചാറുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ചുള പറിച്ചു. അവൻ്റെ സാധനം കിട്ടിയപ്പോൾ അവൻ വേഗം കൊണ്ടുപോകുകയാണ്. പിന്നെ ഞാനിഞ്ഞ് ആ പച്ചച്ചക്ക ഏട്ടന് വന്നിട്ട് ഇട്ട് തന്നില്ലേ, പഴച്ചക്ക ഞങ്ങൾ പ്ലാവുമ്പത്തിൽ തന്നെ. അപ്പോൾ അതൊന്ന് പൊളിക്കുക. ഞാൻ കൊണ്ടുവന്നത് വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് എന്തായാലും പഴുപ്പിക്കാൻ വെക്കാമെന്ന് വെച്ച് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കൂട്ടാൻ വെക്കട്ടെ. നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണമല്ലേ ചുളപ്പറിക്കാനും അങ്ങനെയൊക്കെ അരിയാനൊക്കെ. ഭാഗ്യത്തിന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് പിന്നെ എല്ലാം ഞാൻ തന്നെ. അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മക്കളുണ്ടാവും, ഞാൻ പിന്നെ അവരോട് അടുപ്പിച്ചിട്ടില്ല. അവരുണ്ടാവും ചുളപ്പറിക്കാൻ ഇതിനൊക്കെ. പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അവരോട് വെച്ചിട്ടൊക്കെ വരും. ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഏതായാലും ചുളപ്പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഴ കൊണ്ടാണ് ഇതൊന്ന് വെട്ടി പൊളിക്കുന്നത്. ഇനി അത് കണ്ടാലും കുറ്റം പറയുന്നത് വേണ്ട കേട്ടോ. ഞാൻ വേഗം അടുപ്പപ്പണി വേഗം ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. പഴുത്തൊക്കെ പിന്നെ മഴ കൊണ്ടൊന്നും വെട്ടാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും മോള് വന്നിട്ടോ സ്കൂളിൽ നിന്ന്. ഓക്ക് സ്കൂളിൽ നിന്ന് അരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വണ്ടി വന്നപ്പോൾ ഞാൻ വേഗം അത് മേടിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ഓക്ക് ചായയും ചക്കയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചുളപ്പറിക്കാൻ വേണ്ടി നിന്നു. ഇനിയിപ്പോൾ അതാണ് പണി. ഇനി ചുളപ്പറിച്ച് അതൊക്കെ നരിയണം. പണികൾ അങ്ങനെ ഒരു ലോഡുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇനി കുളിക്കാനൊക്കെ. ഇന്നിപ്പോൾ ഒന്നും കുളിയും തേവാരൊന്നും നടന്നിട്ടില്ല. ഒന്ന് കുറേ വഴുകി, വറുകിനോക്കും ഉണക്കലും അങ്ങനെ ഇങ്ങനെ ചക്കപ്പണിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറേ വഴുകി. ഇനിയിപ്പോൾ എന്തായാലും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വെച്ചു. പിന്നെ ചക്ക കൂട്ടാനോടായി, ചക്കയൊക്കെ തിന്നങ്ങനെ ഇരിക്കാമല്ലോ, പിന്നെ ഫ്രീ ആയില്ലേ. അപ്പം അങ്ങനെ പൊടിപ്പിച്ച് കൊടുന്ന പൊടികളും ഏട്ടാ ഞാൻ ഉണക്കി വെച്ച പൊടികളൊക്കെ അരിയും ഗോതമ്പൊക്കെ ഏട്ടന് പൊടിപ്പിച്ച് കൊടുന്നിട്ടോ. അപ്പം അങ്ങനെ ആ ഭാഗം റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് പൊടിയും ഗോതമ്പൊന്നും നോക്കണ്ട. അപ്പോൾ എല്ലാം റെഡിയായി. ചപ്പാത്തി, പത്തിരി, അങ്ങനെ എന്ത് നൂലപ്പം എന്ത് വേണമെങ്കിലും അങ്ങനെ ചുടാം. അപ്പം അങ്ങനെ പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാരോടൊക്കെ എനിക്കൊന്നും കൂടി പറയാനുള്ളത്, നമ്മളിങ്ങനെ സബ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീഡിയോ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എനിക്കൊരു പഴയ ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിൽ ഇതേപോലെ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഓരോ വീഡിയോൻ്റെ താഴെ പോയിട്ടും എന്നെ സബ് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ കമൻറ്റ് ഇട്ടു. പക്ഷേ അങ്ങനെ നമ്മൾ സബ് ചെയ്ത് വരുന്നവരൊന്നും പിന്നെ നമ്മളെ വീഡിയോ കാണണമെന്നില്ല. ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോ നന്നാക്കി നല്ല രീതിയിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സബ്ബും ഉണ്ടാവും. ഇപ്പം എൻ്റെ പുതിയ ചാനൽ കണ്ടില്ലേ, അതിൽ ഞാൻ ആരോടും എന്നെ സബ് ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാം സബ്ബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും ചാനലും ഉഷാറാവട്ടെ, എല്ലാവരും വളർന്ന് വരട്ടെ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.